അരിയൊന്നും കുതിർത്തി അരയ്ക്കാതെ നല്ല സോഫ്റ്റ് ടേസ്റ്റി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? ഞാനിവിടെ 4 മൈസൂർ പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പഴമാണെങ്കിലും ഓക്കെ. ഇനി ജീരകം, വറുത്ത ജീരകമാണ്. ഇനി നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചൊന്ന് എടുക്കാം. ഇനി നമ്മൾ 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. അതിലേക്ക് ഇനി നമ്മൾ ചേർക്കണ 1 കപ്പ് മൈദപ്പൊടി. ഇനി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. റോസ്റ്റഡ് റവ ആയാൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഞാനിവിടെ ഒരു 5 ടു 6 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ മാവൊന്ന് ലൂസാക്കാൻ വേണ്ടി ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കണേ. നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും എള്ളുമാണ് ചേർത്ത് കൊടുക്കണേ. നെയ്യിൽ തന്നെ വറക്കാൻ നോക്കണേ, അതാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ മാവിന് വേണ്ടത്. ഇനി നമ്മൾ ഇതിക്കൊരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്. ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഒരു മണിക്കൂറോളം ഇതിന് റെസ്റ്റിന് വെക്കണം. ഇനി വേണ്ട, നിങ്ങൾക്ക് അപ്പം തന്നെ എടുത്ത് ചൂടാവുന്നതാണെങ്കിൽ ചുട്ടെടുക്കും ചെയ്യാം കേട്ടോ. പക്ഷേ ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. എണ്ണയും നെയ്യും കൂടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മുടെ ഈ മാവ് ഇങ്ങനെ ഓരോ കുഴിയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ചുട്ടെടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നെയ്യ് ചേർത്ത് ചുട്ടെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ ഉണ്ണിയപ്പം. അങ്ങനെ നല്ല ടേസ്റ്റും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ നെയ്യ് ചേർത്ത് ചുടുമ്പോൾ. ഇതിങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.